പാരിപ്പള്ളി വരെ പോകുന്നു കേട്ടോ. നമ്മുടെ വണ്ടി സ്കോർപ്പിയോയ്ക്ക് ഒരു സ്നോർക്കൽ വെക്കണമെന്ന് ദീപചേട്ടൻ കുറേ നാളുണ്ടേ പറയുന്നു. അങ്ങനെ കുറേ എണ്ണം നോക്കി, പക്ഷെ കിട്ടിയില്ല. ചെങ്ങന്നൂരുണ്ടെന്ന് പറഞ്ഞു, അവിടെയും നടന്നില്ല. ലെഫ്റ്റ്. അങ്ങനെ ഇപ്പം പാരിപ്പള്ളിയിൽ ഒരിടത്തുണ്ടെന്ന് ഇതുപോലെ അറിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ രാവിലെ ഇറങ്ങി പാരിപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീപചേട്ടൻ്റെ ഒരു അനിയൻ പയ്യനുണ്ട്, അവൻ്റെ കേരളത്തിലാണ്, ആനന്ദു. അവന് പോത്തങ്കോട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. കുറേ ദിവസമായിട്ട് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ കാർത്തിക് സൂര്യയുടെ വർക്ക് കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഭയങ്കര പനിയും. എനിക്കും ദീപചേട്ടനും ഒക്കെ പനിയായിരുന്നു. ടീമിൽ 2-3 പേർക്കൊക്കെ പനിയായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിക്കും പനി, എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വെൽക്കം ടു ട്രാവലിംഗ് ബാബോസ്. ഞാൻ ജെനി, ഞാൻ ദീപു. അങ്ങനെ ഞങ്ങൾ പോത്തങ്കോടെത്തി അനന്തൂരെ പിക്ക് ചെയ്തേട്ടാ. ഇവനെ അറിയാമോ? അനന്ത് നോക്കടാ, ഇവനാണ് നമ്മുടെ കാർത്തിക് സൂര്യയുടെ സന്ദീപിനെ മാഹിൻ മച്ച തട്ടിക്കൊണ്ടുപോയില്ലേ, അത് ഇവന്റെ വണ്ടിയിലായിരുന്നു. ഇവനാണ് വണ്ടി ഓടിച്ചത്. നിന്റെ വണ്ടിയിലായിരുന്നല്ലേടാ? നമ്മള് തട്ടിക്കൊണ്ടുപോയി ജീവിക്കണോണ്ട് പിന്നെ വലിയ കുഴപ്പം. ഇവന് സ്കോർപ്പിയോ ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇവൻ രണ്ടിലാണ്. അപ്പൊ നമ്മളിങ്ങനെ പാരിപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീപു ചേട്ടന്റെ ആഗ്രഹം സബലീകരിക്കാൻ, സ്നോർക്കൽ വാങ്ങിക്കാൻ. സ്നോർക്കൽ വെച്ചിട്ട് എന്തോന്നാ ദീപു ചേട്ടാ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാനല്ല കേട്ടോ, ദീപിച്ചേട്ടനാണ് എടുക്കുന്നത്. കാരണം ഈ സമയത്ത് എനിക്ക് ഈ കട പോലും ഓർമ്മ, ഈ ഷോപ്പ് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ ബാക്കിൽ കിടന്ന് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഉറങ്ങുകയാണ്. ഇവർ അരമണിക്കൂർ വരെ ഇവിടെ സ്പെൻഡ് ചെയ്ത്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈ ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് അത്രയും സമയം ഞാൻ ഉറങ്ങണം. അത്രയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ പനിയുടെ ആ ഒരു എഫക്റ്റാണ്. സംഭവം എന്ന് പറഞ്ഞാൽ സ്നോർക്കൽ കിട്ടി, പക്ഷേ നമ്മുടെ വണ്ടിക്ക് മാച്ച് ചെയ്ത സ്നോർക്കലല്ല, ഇത് താറിൻ്റെ സ്നോർക്കലാണ്. അപ്പോൾ ഇതും സ്കോർപ്പിയോ ആയിട്ട് ഈ സ്നോർക്കലിന് ഒരു മാച്ചും ഇല്ല. അപ്പം സംഭവം പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിത്തരാം, അഡ്വാൻസ് ചെയ്താൽ മതി എന്നുള്ളൊരിതിൽ നമ്മൾ ഇതങ്ങ് മാറ്റി വെച്ചു. ഈ സ്നോർക്കൽ എന്തായാലും ഓക്കെ അല്ല. അപ്പോൾ ഈ അനന്തുന്റെ കൂടെ വന്നത് വെറും മുണ്ടിയാണ് കേട്ടോ. ദീപിച്ചേട്ടന് സ്നോർക്കൽ വെക്കാനും പറ്റില്ല, ഒന്നും പറ്റിയില്ല. സ്നോർക്കൽ കാണിച്ചത് താറിന്റെ സ്നോർക്കലാണ്, പിന്നെ അത് വെക്കാൻ പറ്റൂല, വെച്ചാലും വൃത്തിയാണ്. ഇവന്റെ വാക്കും കേട്ടിട്ട് നിങ്ങൾ തന്നെ ഇറങ്ങുമോ? നമ്മൾ മര്യാദയ്ക്ക് കോട്ടൂർ പോയി വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇവന്റെ വാക്കും കേട്ടിട്ട് എന്നാലും അടങ്ങി നടന്നല്ല. പക്ഷെ സ്റ്റിച്ചിന്റെ അടി കാണിച്ചു കൊടുക്കട്ടോ. അയ്യോ, എന്തായാലും ഒന്നും നടന്നില്ല. നമ്മളപ്പോ മന്തി കഴിക്കാൻ വേണ്ടി പറഞ്ഞു. എവിടെയാണ് പോണത്? സഹറയാ? സഹർ. അവിടുത്തെ മന്തി പൊളിയാണെന്നാണ് അനന്ത് പറയണ. നോക്കാം, അതും കൂടെ തേഞ്ഞ ഇന്നത്തെ ദേവസ്വമേ പോയി. ഓ, ഇവിടെയല്ലേ? ആ, ഇതാണ് സഹറ അൽ മന്തി. ഇത് നമ്മളിപ്പോ ആലങ്കോടാണ് കേട്ടോ വിൽക്കുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ വന്നപ്പോൾ അവിടെ കുണാഫ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് കേട്ടോ. കുറേ നാളുകൊണ്ട് കുണാഫ കഴിക്കണമെന്ന് വിചാരിച്ച് കുണാഫ കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്ത് കേട്ടോ. ഇന്ന് അതായത് ഞാൻ ഇച്ചിരിയെങ്ങാണ്ട് മുമ്പ് എന്തോ വർക്കിന് വെച്ചിട്ട് കഴിച്ച ഒരു ടേസ്റ്റിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംഭവം കൊള്ളാം, പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര മധുരം കാരണം അങ്ങ് മത്ത് പിടിച്ച് സത്യം പറഞ്ഞാൽ വല്ലാണ്ടായി പോയി അത് കഴിച്ചിട്ട്. അതിന് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. അവിടെ നിന്നൊരു കുണാഫ കഴിച്ച് മത്തായി, ഭയങ്കര മധുരം. ഞാൻ ഇത്ര
ദിവസം ഷുഗർ കട്ടാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തോടെ ഷുഗർ കട്ടൊക്കെ മാറി. കുറെ നാളുകൊണ്ടേ ഗുണാഫ് കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്തി തക്കുവയിലെ മന്തി തന്നെ. മന്തി കൊള്ളാം, ഇവിടുത്തെ മന്തി കൊള്ളാം, ബോറന്നല്ല, നല്ല മന്തി തന്നെ. പക്ഷെ തക്കുവയിലെ മന്തിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ ഏട്ടാ? തക്കുവയിലെ മന്തി കിടിലാണ്. അല്ല, ഈ മന്തിയും കൊള്ളൂലെന്നല്ല, കൊള്ളാം. പക്ഷെ തക്കുവയെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതാണ് ഇഷ്ടം. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. ഇനി അടുത്ത നമ്മൾ അനന്തുവിന്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോകണം. അനന്തുവിന്റെ കേരളത്തിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇനി എന്താ വണ്ടിയുടെ ബമ്പറോ ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകണം. നടക്കോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. ദീപചേട്ടന്റെ ഒരാഗ്രഹം ഹാൻഡില വെക്കണം. അയ്യോ ഇതാണല്ലേ നമ്മൾ വെച്ച ബമ്പർ. അനന്തുവിന്റെ ബമ്പർ, വണ്ടിയുടെ ബമ്പർ നീയല്ലേ തന്നത്, അപ്പൊ നിന്റെതല്ലേ ഇത് വെച്ച? എന്താണെന്നാണ് പ്രയോജനം? ഇതിനെന്തോന്നാണ് പ്രയോജനം? ഇത് നമുക്ക് മഞ്ഞിലൊക്കെ പോകുമ്പോൾ വെട്ടം കിട്ടുമല്ലോ. അന്ന് അപ്പോൾ എന്തായാലും സ്നോർക്കൽ വെക്കാൻ പറ്റിയില്ലെങ്കിലും ദീപചേട്ടൻ ഒരു ബമ്പർ വെച്ച്, അനന്ത് കൊടുത്ത ഒരു ബമ്പറാണ്, അവൻ്റെ വണ്ടിയിൽ നിന്ന് ഇളക്കിയ ഒരു ബമ്പർ വെച്ചു. ഇതിൽ ലൈറ്റ് നമ്മൾ ഓൾറെഡി ഒരെണ്ണം ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനമായിരുന്നു. ഈ ലൈറ്റ് വെച്ചു. പിന്നെ അതും പോരാഞ്ഞിട്ട് ഒരു ആൻറ്റിനെയും കൂടെ ദീപചേട്ടൻ വെച്ചു. അപ്പോൾ എന്തായാലും സ്നോർക്കലിൻ്റെ പണി എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ. അനന്തുവിന് പോകാൻ ടൈമായി. അവൻ ഇത് പോത്തങ്കോടാണ് കേട്ടോ അവൻ്റെ വീട്. അവൻ ഇവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ വണ്ടി എടുത്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ വേറെ ഒരിടവും പോകേണ്ട, വീട്ടിലാണ്. കാരണം വെച്ചാൽ നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി നേരെ വീട്ടിലോട്ടാണേ. അവൻ്റെ സ്റ്റിച്ചിങ് അവൻ എടുത്തത് തന്നിട്ട് അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊന്നും പോയില്ല. അങ്ങനെ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഈ പനി വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണവും എപ്പോഴും ഉറങ്ങണമെന്നുള്ള ചിന്തയാണ്. ഉണ്ണിമോള് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ രാവിലെ 5:30-6 മണിക്കൊക്കെ എഴുന്നേക്കും. അത് എപ്പോഴും എഴുന്നേക്കാറുള്ളത് തന്നെ. പക്ഷേ ഇന്ന് 6 മണിക്കാണ് എഴുന്നേറ്റ്. എന്താണോ എന്തോ ഉറക്കമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിക്കകത്ത് ഇവർ ഈ സ്നോർക്കലിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ പുറത്ത് നിന്ന സമയത്ത് ഒരു 1/2 മണിക്കൂറോളം ഈ വണ്ടിക്കകത്ത് ചൂടത്ത് ഞാൻ കിടന്നുറങ്ങി. അത്രയ്ക്ക് ബോധമില്ലാതെ കിടന്നുറങ്ങി. പനി ഭയങ്കരമായിട്ട് ബോഡി അഫക്റ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കോട്ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തേനാണ് അനന്ത് വിളിച്ചത് ഇങ്ങനെ സ്നോർക്കലിൻ്റെ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അത് നടന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ ഓക്കെയാണ്. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും സാധനം കിട്ടും. ദീപചേട്ടൻ സ്നോർക്കൽ വേണമെന്ന് കുറേ നാളുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.